ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നല്ലൊരു ചെമ്മീൻ പെരട്ട് ഉണ്ടാക്കിയാൽ ചിലയിടങ്ങളിൽ ഈ ചെമ്മീനിന് കൊഞ്ചെന്നാണ് പറയുന്നത്. ഇനി അതിന് വേണ്ടുന്നതായ ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സവാളയ്ക്ക് വരെ ഒരു 25 ചെറിയുള്ളി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ 6 ഇല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് കഷ്ണം, 3 പച്ചമുളക്, 2 തണ്ട് കരിയാപ്പില. ഇതിന് വേണ്ടതായ മസാലകൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ 1/2 കിലോ കൊഞ്ച്, അതായത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയെടുത്തത്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിക്കായും ഉള്ളിയെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം അടപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കരിയാപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി അരിഞ്ഞ് ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് അത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാനാണ്. ഈ ഇഞ്ചി കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇതെല്ലാം നല്ലപോലെ മൂപ്പിച്ചിട്ട് മാത്രം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വഴണ്ട് ഒന്ന് ചെറിയ മൂപ്പായി വരുമ്പോഴും നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലകൾ നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോഴേ തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ അരപ്പുമായിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇനിയും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോ എടുത്ത് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുത്ത് ആ തക്കാളിക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. നല്ലപോലെ കുഴമ്പ് രൂപത്തിലാക്കി ഈ അരപ്പും തക്കാളിക്കും എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളകും കരിയാപ്പിലയും ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളക് നിങ്ങൾക്ക് മറ്റുള്ളത് വഴറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോഴാണിത് ഇട്ട് കൊടുത്തത്. പച്ചമുളകും കരിയാപ്പിലയും എല്ലാം ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വഴണ്ട് അതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കൊഞ്ച് ഞാൻ അങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്തത്. ചിലരത് റോസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് റോസ്റ്റല്ല ഞാൻ ചെയ്യുന്നത്, ഇത് പുരട്ടി, അതായത് ചാറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾ റോസ്റ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ടി വരും. ഈ കൊഞ്ചിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അത് മതി ഇതിനകത്ത് ഈ കൊഞ്ച് വേവാൻ. കൊഞ്ച് വേവാൻ അധികം സമയം എടുക്കത്തില്ല. ഒരു 7 to 10 മിനിറ്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. കൂടുതൽ വെന്ത് പോയാൽ അത് റബ്ബർ പോലെ ആയിപ്പോവും. നിങ്ങൾക്കിപ്പം കാണാവില്ല അതിൽ നിന്ന് എന്തുമാത്രം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മളിതിന് ഇത് പുരട്ടി എടുക്കാനുള്ളതല്ല. ഇത് നമുക്ക് നല്ലപോലെ പുരട്ടി ഒന്ന് വറ്റി വന്നതിന് ശേഷം 4 വശത്തോട്ട് ഈ കൊഞ്ചൊന്ന് വാങ്ങി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും ഇച്ചിരി മുളക് പൊടിയും, അതായത് 1/4 ടീസ്പൂൺ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതെല്ലാം അതിൽ പിടിച്ച് എല്ലാം സെറ്റായെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയെല്ലാം ചേർക്കാം. അതെല്ലാം ചേർത്ത് പച്ചമുളകും കരിയാപ്പിലയും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഫ്ലേവറെല്ലാം ഇപ്പം നല്ല മണമായിരിക്കും. അതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അത് കോരി മാറ്റാവുന്നതാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ,
ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. നിങ്ങളിത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.